ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് ചാനലിൽ നമ്മൾ ഫോർ യു എന്നൊരു സെറ്റിംഗ് എല്ലാം വന്നിട്ടുണ്ട്. കുറേ പേർ ഈ ഒരു സെറ്റിംഗ് ചെയ്തിട്ടില്ല. അതുപോലെ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ചെയ്യേണ്ടതായ കുറച്ച് സെറ്റിങ്സ് കൂടിയെല്ലാം ഉണ്ട്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിനായി ഞാൻ ഇവിടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വ്യൂ യുവർ ചാനൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്രകാരം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എൻ്റെ ഹോം പേജ് എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചാനൽ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ടാപ്പ് ചെയ്യാം. ഇപ്രകാരം ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് എല്ലാമാണ് ലഭിക്കുക. അതായത് ഇവിടെ നമ്മൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഇവിടെ ചാനൽ ട്രെയിലർ ഫോർ പീപ്പിൾ ഹു ഹാവ് ഇൻ സബ്സ്ക്രൈബ്ഡ് എന്ന് വന്നിട്ടുണ്ട്. അതായത് ഇതുവരെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് വേണ്ടി അവർക്ക് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഇതുവരെ ചെയ്തതിൽ നിന്നും നല്ല ഒരു വീഡിയോ എല്ലാം ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഇത്തരത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന നല്ല തരത്തിലുള്ള വീഡിയോ എല്ലാം ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിനായി നമ്മൾ പോകേണ്ടത് ഇവിടെ വന്നിരിക്കുന്ന ഈ 3 ഡോട്ടിലാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റണമെങ്കിൽ ചേഞ്ച് വീഡിയോ എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ നിന്നും ഏതെങ്കിലും ഒരു വീഡിയോ, അതായത് നമുക്ക് ഇത്തരത്തിൽ കുറച്ച് ഫീച്ചേർഡായ നന്നായി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത നന്നായി നമ്മൾ പ്രസൻറ്റ് ചെയ്ത ഒരു വീഡിയോ എല്ലാം ഇതിലേക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് ഇവിടെ മാറി പുതിയ വീഡിയോ എല്ലാം വരുന്നതാണ്. ഇനി രണ്ടാമതായി ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഫീച്ചേർഡ് വീഡിയോ ഫോർ റിട്ടേണിംഗ് സബ്സ്ക്രൈബേഴ്സ് എന്നാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം തിരിച്ചു കൊണ്ടുവരുന്നതിന് അത്തരത്തിലുള്ള ഒരു വീഡിയോ എല്ലാം ആയിരിക്കണം ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ ചാനലിൽ കുറച്ച് നല്ല ഫീച്ചേർഡായ 2 വീഡിയോ എല്ലാം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഇതുപോലെ ചേഞ്ച് വീഡിയോ എന്ന് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ എല്ലാം സെലക്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇപ്രകാരം നിങ്ങൾ 2 വീഡിയോ ഇത് സബ്സ്ക്രൈബേഴ്സ് റിട്ടേൺ ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഈ 2 വീഡിയോ ഇതുപോലെ സെറ്റ് ചെയ്യുക. ഇനിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോർ യു എന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ ഇത് നിങ്ങൾ എനേബിൾ ചെയ്തു വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മോർ സെറ്റിംഗ്സ് എന്നതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് കണ്ടന്റ് ടൈപ്പ് വീഡിയോ, ഷോർട്സ്, ലൈവ് സ്ട്രീമിംഗ് എന്നെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വാട്ട് ടു ഇൻക്ലൂഡ് ഇൻ ദി ഫോർ യു സെഷൻ എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഫോർ യുവിൽ എന്താണ് നമുക്ക് കൂടുതലായി മറ്റുള്ളവർ കാണേണ്ടത്, ഇതാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഷോർട്സിനെല്ലാമാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഷോർട്സ് എനേബിൾ ചെയ്ത് ബാക്കി 2 ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് വയ്ക്കാം. അതായത് ഇവിടെ പ്രസ് ചെയ്താൽ ഇത് ഡിസേബിൾ ആകും, ഇവിടെ പ്രസ് ചെയ്താൽ വീണ്ടും ഇത് എനേബിൾ ആകും. അപ്പോൾ ഇപ്രകാരം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ഏതാണോ അത് ഹൈലൈറ്റ് ചെയ്ത് ഇപ്രകാരം ഇത് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇനി നിങ്ങൾ എല്ലാ തരത്തിലുള്ള കണ്ടന്റും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് വയ്ക്കാം. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ റീസൻസി എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ് എന്ന് നോക്കാം. ഓൾ കണ്ടന്റ് എന്നതാണെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കണ്ടന്റിൽ നിന്നുമുള്ള ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ഈ ഒരു ഫോർ യു ടാബിലേക്ക് വരും. എന്നാൽ റീസെന്റ് കണ്ടന്റ്സ് ഓൺലി എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടന്റ് യു ഹാവ് പോസ്റ്റഡ് ഇൻ ദി ലാസ്റ്റ് 12 months, അതായത് നമ്മൾ റീസെൻ്റായി പോസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവസാന 12 മാസത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോ മാത്രമാണ് നിങ്ങളുടെ ഫോർ യു എന്ന ടാബിലേക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഓപ്ഷനാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് ഡൺ എന്ന് കൊടുക്കുക. ഇനിയാണ് നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഫീച്ചേർഡ് സെക്ഷൻസ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ആഡ് സെഷൻ എന്നൊരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്നും നിങ്ങളുടെ ഹോം പേജിൽ എത്തരത്തിലുള്ള വീഡിയോസ് എല്ലാമാണ് ആദ്യം നിങ്ങളുടെ വ്യൂവേഴ്സിന് കാണിക്കേണ്ടത്. അതായത് നിങ്ങളുടെ ഹോം പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏതെല്ലാം വീഡിയോസാണ് ഇവിടെ കാണിക്കേണ്ടത് എന്നെല്ലാം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യൂവേഴ്സ് ആദ്യം നിങ്ങളുടെ
ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അതായത് ഹോം പേജ് സെറ്റിങ്സ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ആരെങ്കിലും നിങ്ങളുടെ ഹോം പേജിലേക്ക് അതിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. അതിനാൽ തന്നെ ഇത് കറക്റ്റായി നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിന് കൂടുതൽ വ്യൂസ് എല്ലാം കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഫോർ യു എന്ന് കഴിഞ്ഞതിന് ശേഷം ആദ്യമായി കൊടുക്കുന്നത് പോപ്പുലർ വീഡിയോസ് എന്നാണ്. പോപ്പുലർ വീഡിയോസ് എന്നതിൽ നമുക്ക് വരിക നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതലായിട്ട് പോപ്പുലറായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിരിക്കുന്ന വീഡിയോസ് എല്ലാമാണ് ആദ്യമായി വരിക. ഇനി വീണ്ടും ഞാൻ ഇവിടെ ആഡ് സെഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫീച്ചേർഡ് ചാനൽ എന്നതിൽ ടാപ്പ് ചെയ്യുകയാണ്. അതായത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ചാനലെല്ലാം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു ചാനലിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഇത് നമ്മുടെ ഹോം പേജിൽ മറ്റുള്ളവർക്കെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഇവിടെ നമുക്കൊരു ടൈറ്റിൽ എല്ലാം കൊടുക്കാം. അതായത് ഫസ്റ്റ് ചാനൽ അല്ലെങ്കിൽ സെക്കൻഡ് ചാനൽ. ഇപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ചാനലെല്ലാം ആണെങ്കിൽ സെക്കൻഡ് ചാനൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ടൈറ്റിൽ അത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ചാനൽ നെയിം കൊടുത്ത് നമുക്ക് നമ്മുടെ ചാനൽ നെയിം ഇവിടെ നിന്നും ആഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ടെക് റിലേറ്റഡ് ആയ ഒരുപാട് ചാനലെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും എൻ്റെ ചാനൽ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഡൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലെ എൻ്റെ ഹോം പേജിൽ ആദ്യം പോപ്പുലർ വീഡിയോസ്, രണ്ടാമതായി സെക്കൻഡ് ചാനൽ, അതായത് നമ്മുടെ മറ്റൊരു ചാനലിലേക്കുള്ള ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് ആഡ് സെഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്കിവിടെ എന്താണ് നമ്മുടെ ഈ ഒരു ഹോം പേജിൽ വരേണ്ടത്, ഇത് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോസ് ആണ് വരേണ്ടതെങ്കിൽ അത് കൊടുക്കാം. പാസ്റ്റ് ലൈവ് സ്ട്രീമിങ്സ് വരണമെങ്കിൽ അത് കൊടുക്കാം. ഞാനിവിടെ ലൈവ് സ്ട്രീമിംഗ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതൊന്നും എനിക്ക് ഇവിടെ ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ സാധാരണ ചെയ്യുന്നത് ഇത്തരത്തിൽ ഈ സിംഗിൾ പ്ലേലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള വീഡിയോസ് എല്ലാം ചെയ്ത ഈ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഹോം പേജിലേക്ക് മൂന്നാമതായി ഇവിടെ യൂട്യൂബ് തംബ്നെയിൽ എഡിറ്റിംഗ് മലയാളം എന്ന് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ ഇതുപോലെ സിംഗിൾ പ്ലേലിസ്റ്റ് എന്നതിൽ പോയതിന് ശേഷം ഇവിടെ മോണിറ്റൈസേഷനെ കുറിച്ച് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ഇവിടേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും ആഡ് സെഷൻസ് എന്നതിൽ പോയതിനു ശേഷം സിംഗിൾ പ്ലേലിസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് യൂട്യൂബ് വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ഇൻ മലയാളം എന്നത് ഇതിലേക്ക് ആഡ് ചെയ്തു. ഇപ്രകാരം നിങ്ങൾ പരമാവധി നിങ്ങളുടെ പ്ലേലിസ്റ്റുകളെല്ലാം, അതായത് ഇമ്പോർട്ടൻ്റ് ആയ പ്ലേലിസ്റ്റുകളെല്ലാം അത് നിങ്ങൾ ഇത്തരത്തിൽ പ്രയോറിറ്റി വൈസിൽ ആഡ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് പ്ലേലിസ്റ്റ് എല്ലാം ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമുക്കിവിടെ ഒരുപാട് പ്ലേലിസ്റ്റ്, അതുപോലെ ഇത്തരത്തിലുള്ള ഫീച്ചേർഡ് വീഡിയോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ചാനലിൻ്റെ മറ്റു ചാനലിൻ്റെ ലിങ്കുകൾ ഇതെല്ലാം ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ഹോം പേജിൽ 12 സെക്ഷൻസ് എല്ലാം ചെയ്യാമെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8. അപ്പോൾ ഇനിയും എനിക്ക് 4 പ്ലേലിസ്റ്റ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാം. ടോട്ടൽ 12 സെഷൻസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ വീണ്ടും ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സിംഗിൾ പ്ലേലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഞാൻ ഇതുപോലെ ഈ ബാക്കി കുറച്ച് പ്ലേലിസ്റ്റുകൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഇത് മുഴുവനായി ആഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യൂവേഴ്സിന് അവർക്ക് ഏത് പ്ലേലിസ്റ്റ് എല്ലാമാണ് വേണ്ടത് അതെല്ലാം തന്നെ അവർക്ക് ഇവിടെ നിന്ന്, അതായത് നിങ്ങളുടെ ഹോം പേജിൽ നിന്ന് തന്നെ അവർക്ക് ഇത് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതിനായി നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പ്ലേലിസ്റ്റ് എന്നതിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഈ ഹോം പേജിൽ തന്നെ ഇതെല്ലാം കിട്ടുകയാണെങ്കിൽ വ്യൂവേഴ്സിന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വീഡിയോ എല്ലാം ആക്സസ് ചെയ്യാനും സാധിക്കും. അതിനാൽ തന്നെയാണ് ഈ ഒരു കാര്യം എല്ലാവരും അവരുടെ ചാനലിൽ സെറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ആഡ് സെഷൻസ് എന്നത് ഇവിടെ വരുന്നില്ല. കാരണം യു ക്യാൻ ആഡ് അപ് ടു 12 സെഷൻസ്. അപ്പോൾ നമ്മുടെ 12 ഓപ്ഷനും നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമ്മൾ പബ്ലിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇത്തരത്തിൽ ഈ പബ്ലിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഹോം പേജിലേക്ക് ആഡായി കിട്ടും.
ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എൻ്റെ ഈ ഒരു ചാനൽ തന്നെ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ കാണാം നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഫോർ യു എന്ന ടാബ് നമ്മുടെ ഹോം പേജിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഫീച്ചേർഡ് എന്ന നമ്മുടെ മറ്റൊരു ചാനൽ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം പോപ്പുലർ വീഡിയോസ്, ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ടാബുകളും താഴേക്ക് മറ്റുള്ളവർക്കെല്ലാം, അതായത് നിങ്ങളുടെ വ്യൂവേഴ്സിനെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് ഈ കാര്യമൊന്നും പലരും പറഞ്ഞു തരാറില്ല. നമ്മുടെ ഈ ചാനലിലൂടെ ഇതുപോലെ നിങ്ങൾക്ക് യൂട്യൂബ് സംബന്ധമായ ഒരുപാട് കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്